ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. ഹാപ്പി വെൻസ്ഡേ. മിഡ് വീക്കായി. നല്ല വീക്കായിരുന്നു അല്ലേ? എനിക്ക് നല്ല വീക്കായിരുന്നു, അടിപൊളിയായിട്ട് പോയി. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വൈ ഐ ചൂസ് ടു ബിൽഡ് എ പ്ലാൻ ബി ബിഫോർ ഐ നീഡഡ് വൺ. ഞാൻ ഈ പ്ലാൻ ബി, എൻ്റെ ഈ ഡിജിറ്റൽ ബിസിനസ് ഇതൊരു പ്ലാൻ ബി ആണ്. ഇത് പ്ലാൻ ബി ചൂസ് ചെയ്യാൻ ഇപ്പം എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞാനിത് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അത് 2018 എനിക്ക് എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നാൾ ജോലിക്ക് പോയില്ല. അന്നേരം ഞാൻ ഓർത്ത കാര്യമാണ് ഒരു പ്ലാൻ ബി ആവശ്യമാണെന്ന്. പക്ഷേ സർജറി കഴിഞ്ഞു, റിക്കവറി കഴിഞ്ഞു, ജോലിക്ക് പോയി, അടിപൊളിയായിട്ട് പിന്നെയും കാര്യങ്ങൾ പോയി. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചില്ല, അത് കംപ്ലീറ്റ്ലി വിട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് വീണ്ടും ചിന്തിച്ചത്. അപ്പം ഞാൻ ഓർത്തു ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയില്ലല്ലോ നാളെ എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഡിജിറ്റൽ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞതും ഇതിലേക്ക് വന്നതും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ ഫ്യൂച്ചർ എങ്ങോട്ടാ പോകുന്നത്, എന്താ വരുന്നതെന്ന്. നമുക്ക് നാളെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടും അന്നേരം കിടന്ന് കൈയും കാലും അടിക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മൾ നേരത്തെ ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ളത് അല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ ആരുടെയും ജോലി, നമ്മുടെ എന്ന് വെച്ചാൽ എന്റെ ജോലി സേഫ് അല്ല. കാരണം ഒത്തിരി ടെക്നോളജി, AI ഒക്കെ ഒത്തിരി വരുന്നു. എന്റെ ജോലി പണ്ടത്തെ പോലെ സേഫ് അല്ല എന്ന് എനിക്കറിയാം. അത് തന്നെയല്ല, ഞാൻ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മറ്റൊരു ഇൻകം വേണം. അത് ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലർക്കും ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നു പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും ഓർക്കുന്നത്, ഞാനും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു സാലറി ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാ വറീഡ് ആകുന്നത് എന്ന്. പക്ഷെ അത് ഒരിക്കലും സേഫ് അല്ല. നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ എന്നും ആവശ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചതും ഇത് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിനി 10 വർഷം കൂടിയുണ്ട് റിട്ടയർമെന്റ്. അതേക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, 10 വർഷം കൂടി ജോലിക്ക് പോകുന്ന കാര്യം. എന്ന് വെച്ചാൽ എന്റെ ജോലി എനിക്ക് ഇഷ്ടമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്നും വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് എന്റെ ജോലി. പക്ഷേ ചില ദിവസം ഇത്രയും മെനക്കെട്ട ജോലി ലോകത്തില്ലെന്ന് തോന്നും. അതും ദാറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് അല്ലേ? അത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഞാന് 10 വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോ ചിലപ്പോ ഇന്നലെ രാത്രി ഞാൻ ഇതേക്കുറിച്ച് പറയണമെന്ന് ഓർത്തപ്പോ ഞാന് 10 വർഷം മുമ്പ്, അത്രയൊന്നും ചിന്ത പോകത്തില്ല, പക്ഷെ എന്നാലും 10 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു. നമ്മൾ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ പ്രൈസ്, 10 വർഷം മുമ്പുള്ള ശമ്പളം, ഇപ്പോഴത്തെ ശമ്പളം, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പം ഹൗസിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡബിളായി ഞാൻ താമസിക്കുന്നിടത്ത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രൈസ് ഒക്കെ ഇത്തിരി ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു ഒരു 10 വർഷം കഴിഞ്ഞ് നാളെ ഞാൻ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ റിട്ടയർ ചെയ്ത് കഴിയുമ്പം എന്റെ റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പീസ്ഫുള്ളും കംഫർട്ടബിളും ആയിരിക്കുമോ? കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റിട്ടയർമെന്റ് കഴിയുമ്പം നമ്മൾ ഒരു ഫിക്സ്ഡ് ഇൻകത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് അന്നേരം ഓവർ ടൈം, എക്സ്ട്രാ ഷിഫ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം നമുക്കൊരു സെറ്റ് ഇൻകം ആണ്. അതിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഫിക്സ്ഡ് ഇൻകത്തിൽ പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്കറിയാം. എല്ലാവർക്കും പറ്റില്ല, ചിലർക്കൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ എനിക്കത് പറ്റുമോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചതും ഇത് സ്റ്റാർട്ട് ചെയ്തതും. പക്ഷെ ഇപ്പൊ എന്നെ പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇതിപ്പം എല്ലാവരും പറയും ഇത് സ്കാം ആണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, അത് എല്ലാ കാര്യങ്ങൾക്കും നല്ലതും ചീത്തയും ഉണ്ട്. അത് ചില മനുഷ്യര്, മലയാളികൾ, ചില മനുഷ്യർ അത് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ.
പിന്നെ എന്താ ഉള്ളത്? പിന്നെ എന്താ പറയുക, ജീവിക്കുന്ന കാലം ചില്ലായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അല്ലെ. അതിൽ ഇപ്പൊ എനിക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു സൈഡ് ഇൻകം ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ എന്റെ പോക്കറ്റ്സ് ഓഫ് ടൈം ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് 3, 4, 5, 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നില്ല ഇതിനു വേണ്ടി. എവറി ഡേ 30 മിനിറ്റ്സ്, ആൻ അവർ, ചിലപ്പോൾ 2 മണിക്കൂർ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അത് എന്റെ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ടൈമാണ്. ഞാൻ എന്റെ ടൈം മറ്റൊരു വിധത്തിൽ എനിക്ക് ബെനഫിറ്റ് ചെയ്യുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇതില്. പക്ഷെ ഞാനിപ്പോ എനിക്ക് അറിയാവുന്നതായിട്ട് എനിക്ക് എന്റെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കേട്ടോ, വളരെ ചെറുതാണ്. എന്റെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷെ അതില് ഇപ്പൊ ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പം അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോ എല്ലാവരും സെയിം പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ജോബ് സെക്യൂർ അല്ല, പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ എന്ത് വരുന്നു, ഫ്യൂച്ചറിലേക്ക് ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. സോ അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾക്കൊരു പ്ലാൻ ബി ആവശ്യമാണെന്ന് തോന്നിയാൽ അത് ഈ ബിസിനസ് എന്നല്ല എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ നമ്മുടെ ജോലി സേഫ് ആണെന്ന് പറയുന്നു. ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്താണെങ്കിൽ ഒരു 3-4 മാസമെങ്കിലും എടുക്കും. നമ്മൾ അതിന് റെസ്യൂമെ അയച്ച് പിന്നെ അതിന്റെ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറയുന്നത് 1, 2, 3, ചില ഇന്റർവ്യൂസ് 4 ഇന്റർവ്യൂസ് വരെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് തീർച്ചയില്ല. ഇല്ലേ, നമ്മളെക്കാളും നമ്മൾക്ക് തോന്നും നമ്മളായിരിക്കും ക്വാളിഫൈഡ് എന്ന്. പക്ഷെ നമ്മളെക്കാളും ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അത് തന്നെയല്ല, ഇതൊരു സ്മോൾ ടൗൺ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പം ഒരു ജോലി ഓപ്പണിങ് വന്നാല് ഒരു പക്ഷെ 100 ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. ആ 100-ല് ഒരാളായിരിക്കും നമ്മള്, അല്ലേ? അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പൊ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചതാ, നിനക്ക് എത്ര വയസ്സ് വരെ ആയുസുണ്ടെന്ന് നിനക്കറിയാവോന്ന്. എനിക്കൊരു നിശ്ചയവും ഇല്ല. മരണം നമ്മളെ എപ്പോ വേണമെങ്കിലും പിടിക്കും. അത് ഇന്ന് പിടിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അതിനോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രോസസ്സാണല്ലേ. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ഒരു 1-2 മാസം മുമ്പ് എന്റെ ഒരു നെയ്ബർ ഉണ്ട്. പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു 79 വയസ്സായി തോന്നുന്നു. 79 വയസ്സായി. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഈ മരണം അങ്ങനെയൊക്കെ കോൺവെർസേഷൻ വന്നു. അന്നേരം വന്നപ്പം പുള്ളിക്കാരിയോട് ഇങ്ങനെ പറഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് പേടിയാ മരിക്കാനെന്ന്. അപ്പൊ ആദ്യമേ ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് ഈ ലോകത്ത്. ഇവിടെ ഞാൻ ഇന്ന് എന്റെ സമയം ഇന്നാണെങ്കിൽ ഐ എം റെഡി എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞപ്പോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്ക് നിനക്ക് ഇത്ര പ്രായമല്ലേ ആയുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന്. ശരിയാണ്, നമുക്കങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയില്ല നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. എന്റെ ഡ്രീമാണ് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യുക, എന്റെ സമയമാകുമ്പോൾ റിട്ടയർ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം സുന്ദരമായിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം കിടന്ന് കൈയും കലുവിട്ടടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ഇപ്പൊ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അതിൽ പല കാരണങ്ങളിൽ ഒരു കാരണം, നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് എന്റെ ഹെൽത്ത് തന്നെയാണ്. എനിവേ ഗായ്സ്, ഇന്ന് ഞാൻ ഒത്തിരി പറഞ്ഞു എന്ന് തോന്നുന്നു. എനിവേ, ഹാപ്പി വെൻസ്ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇനി നമുക്ക് പിന്നൊരു ദിവസം കാണാം. താങ്ക് യു. ബൈ.